പെരുന്നാൾ കൂടുവാൻ ഉപ്പയെ കാത്തിരുന്ന മക്കൾ. മുന്നിലെത്തിയത് ഉപ്പയുടെ ചേതനയറ്റ മൃതദേഹവും. അതും മൊബൈൽ സ്ക്രീനിൽ. ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത പെരുന്നാൾ ഓർമ്മയാണ് മഞ്ചേരിക്കാരനായ ഷബീർ കട്ടിലിൻ്റെ മക്കൾക്ക് ഉപ്പയുടെ മരണം നൽകിയിരിക്കുന്നത്. മിസ് യു പപ്പ, ലവ് യു പപ്പ എന്നു പറഞ്ഞ് നിലവിളിച്ചു കരഞ്ഞ ഷബീറിൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുവാനാകാതെ നെഞ്ചുപൊട്ടുകയായിരുന്നു പ്രിയപ്പെട്ടവർക്കും. കടലിനക്കരെ നിന്ന് മൊബൈൽ സ്ക്രീനിലൂടെ ഉപ്പയുടെ ചേതനയറ്റ മുഖം നോക്കി മക്കൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയായിരുന്നു. വിശുദ്ധ ഹറമിൽ ഇത്തികാഫ് ഇരിക്കവെയാണ് മഞ്ചേരി സ്വദേശി ഷബീർ കട്ടിൽ മരണത്തിലേക്ക് നടന്നുപോയത്. തുടർന്നുള്ള വിടവാങ്ങൽ ചടങ്ങ് കണ്ടുനിന്നവരെയെല്ലാം കണ്ണീരണിയിക്കുന്നതായിരുന്നു. നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക എന്നത് അപ്രാപ്യമായതിനാൽ സംസ്കാരം ജിദ്ദയിൽ തന്നെ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. മലപ്പുറം മഞ്ചേരി ഹാജിയാർ പള്ളി സ്വദേശിയായ ഷബീർ കട്ടിലിന് 48 വയസ്സ് മാത്രമായിരുന്നു പ്രായം. റമസാനിലെ അവസാന 10 പുണ്യം തേടി ഹറമിലെത്തിയ ഷബീർ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾക്കിടെയാണ് വിട പറഞ്ഞത്. ജിദ്ദയിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന ഷബീർ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു. പിന്നീടാണ് ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ കാരണം വീണ്ടും പ്രവാസിയായി ജിദ്ദയിലെത്തിയത്. മരണത്തിന് ഏതാനും ദിവസം മുൻപ് ഷബീറിനെ കാണാതായിരുന്നു. മക്കയിലുള്ള ജ്യേഷ്ഠന്റെ മകന്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശി ഫുവദ് ഫൈസലിനൊപ്പമായിരുന്നു താമസം. 2 ദിവസമായി മുറിയിൽ വരാത്തതിനാലും ഫോൺ എടുക്കാത്തതിനാലും പോലീസ് സ്റ്റേഷനുകളിലും ആശുപത്രികളിലും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് റിയാദിലും ജിദ്ദയിലുമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം മക്കയിലേക്ക് ഓടിയെത്തിയിരുന്നു. KMCC പ്രവർത്തകനായ ബഷീർ മാനിപുരത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള കോൺസുലേറ്റ് നടപടികളും സഹീർ മൊഗ്രാൽ പുത്തൂറിന്റെ നേതൃത്വത്തിൽ ഹറം പോലീസ് സ്റ്റേഷനിലെ മറ്റു കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. മൃതദേഹം കുളിപ്പിച്ച ശേഷം നമസ്കാരത്തിനായി ഹറമിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപാണ് നാട്ടിൽ നിന്നും ഭാര്യയും മക്കളും വീഡിയോ കോളിലൂടെ ഷബീറിന്റെ ആ മുഖം അവസാനമായി കണ്ടത്. ഉപ്പയുടെ മൃതദേഹം നോക്കി 2 മക്കളും മിസ് യു പപ്പ, ഐ ലവ് യു പപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവിടെ കൂടുന്നവരുടെയെല്ലാം നിയന്ത്രണം വിട്ടുപോവുകയായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കാനുള്ള നോമ്പും മറ്റുമെടുത്ത് ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഷബീറിനെ കാണാതായി എന്ന വാർത്ത പ്രിയപ്പെട്ടവർ അറിയുന്നത്. തുടർന്ന് പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരുവാൻ. എന്നാൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയും. മക്കയിലും പരിസരത്തും മൃതദേഹങ്ങൾ കുളിപ്പിക്കാനും മറ്റും കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ടെന്നും എന്നാൽ ഇത്രമേൽ ഹൃദയം തകർന്ന മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് മക്കയിലെ സാമൂഹ്യ പ്രവർത്തകൻ മൊഗ്രാൽ പുത്തൂർ സ്വദേശി സഹീർ പറഞ്ഞത്. മക്കളുടെ സ്നേഹചുംബനങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിയാതെ മൊബൈൽ സ്ക്രീനിലെ തണുത്ത കാഴ്ചയായി ഷബീർ യാത്രയാവുകയായിരുന്നു. മക്കൾ വിളിച്ചു പറഞ്ഞ ലവ് യു പപ്പ എന്ന വാക്കുകൾ മക്കയുടെ മണ്ണിൽ വലിയ പ്രാർത്ഥനകൾ ബാക്കിയാക്കിയാണ് നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.